400ഓളം സീറ്റ് പിടിച്ച് അധികാര തുടർച്ച നേടുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് NDAയുടെ അവകാശവാദം. തനിച്ച് 370ഓളം സീറ്റുകൾ നേടുമെന്നും BJP അവകാശപ്പെട്ടിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ നിലം തൊടാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കൂറ്റൻ വിജയം സ്വന്തമാക്കുമെന്നും നേതാക്കളെല്ലാവരും പറഞ്ഞിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം BJPയെ ഞെട്ടിക്കുന്നതായിരുന്നു. 293 സീറ്റുകളായിരുന്നു NDAയ്ക്ക് ലഭിച്ചത്. BJP വെറും 240 സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു. 2019 അപേക്ഷിച്ച് 63 സീറ്റുകളുടെ നഷ്ടം. അതേസമയം ഇന്ത്യ സഖ്യമാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചത്. കോൺഗ്രസ് തനിച്ച് 99 സീറ്റ് നേടിയപ്പോൾ ഇന്ത്യ സഖ്യത്തിനാകെ 234 സീറ്റുകൾ നേടാനായി. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സീറ്റുകൾ മെച്ചപ്പെടുത്തുമെന്നാണ് സർവേ പറയുന്നത്. 6 സീറ്റുകൾ അധികമായി നേടി 299 സീറ്റിലെത്തുമെന്ന് മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രവചിക്കുന്നു. അതേസമയം പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന് 1 സീറ്റ് നഷ്ടപ്പെട്ട് 233-ലെത്തുമെന്നും എന്നാൽ കോൺഗ്രസ് 1 സീറ്റ് മെച്ചപ്പെടുത്തി 100-ലെത്തുമെന്നും സർവേ പ്രവചിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. മോദി തന്നെയാണ് ജനപ്രീതിയിൽ 1-ാം സ്ഥാനത്തുള്ളത്. സർവേയിൽ 49.1% പേരാണ് മോദിയെ പിന്തുണച്ചത്. രാഹുൽ ഗാന്ധിക്ക് 22.4% പേരുടെ പിന്തുണയാണ് ഉള്ളത്. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ 55% ആളുകളാണ് മോദിയെ പിന്തുണച്ചിരുന്നത്. 14% പേർ മാത്രമായിരുന്നു രാഹുലിനെ പിന്തുണച്ചിരുന്നത്. അതായത് 6 മാസങ്ങൾക്കിപ്പുറം മോദിയുടെ ജനപ്രീതിയിൽ 6% ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ 8% കൂടിയിരിക്കുകയാണ്. പാർട്ടി വ്യത്യാസമില്ലാതെ മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ആരെന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി എന്നായിരിക്കും ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുന്നത്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.